EN മോഹൻദാസ് എന്ന CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി ഒന്നാന്തരം ഒരു വർഗീയവാദിയാണ്. ക്രിസ്ത്യാനികളോടും ഭയങ്കര വിരോധമാണ്. ഈ RSS ഒരു പക്ക RSSകാരനാണ് ഈ മോഹൻദാസ്. അപ്പോൾ തന്നോടുള്ള വിരോധം മുസ്ലിം ആയതുകൊണ്ടാണ് ഈ പറയുന്നത് നിലമ്പൂർ MLA PV അൻവർ. അപ്പോൾ ഇങ്ങനെ ഈ PV അൻവർ പറയാനിടയായത് കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ ഒരു വാക്ക് പറഞ്ഞാൽ കൈയും കാലും തല്ലി ഒടിക്കും എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യവുമായിട്ട് CPMൻ്റെ അണികളും രംഗത്തിറങ്ങി. ഇതിനെ എങ്ങനെയൊന്ന് വായിച്ചെടുക്കാൻ പറ്റും? ഇത് ഈ ജാഥയിലെ മുദ്രാവാക്യങ്ങൾ ഗൗരവമായിട്ട് എടുക്കേണ്ടതല്ല. അത് പറഞ്ഞാൽ ഇപ്പം ആരും സമ്മതിക്കില്ല. ഇപ്പോൾ നമ്മളെന്തോ അത് മഹാകാര്യമായിട്ട് എടുക്കുകയും ഇതുപോലത്തെ മുദ്രാവാക്യം കോൺഗ്രസ്സോ BJPയോ ആണ് വിളിക്കുന്നതെങ്കിൽ പിണറായി വിജയൻ്റെ പോലീസ് കേസെടുക്കും. വധശ്രമം, ഗൂഢാലോചന, ഇത് ഭീഷണിപ്പെടുത്തൽ എന്നൊക്കെ പറഞ്ഞിട്ട് കേസെടുക്കും. വളരെ ബാലിശ്യമായ കാര്യങ്ങളാണ്. ഈ ജാഥയിൽ പലവിധ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളുണ്ടാകുന്നത് ജാഥകളുടെ സ്വഭാവമാണ്. ഇപ്പോൾ പൊതുവേ വലിയ മാന്യന്മാരായിട്ട് ഇപ്പോൾ നടക്കുന്ന CPI ഉണ്ടല്ലോ, അവർ CPM-ആയിട്ട് രണ്ടായിട്ട് പിളർന്നത് 1964-ലാണ്. അന്ന് CPI വിളിച്ച മുദ്രാവാക്യം എനിക്ക് ഓർമ്മയുണ്ട്. അടിക്കടി, ഇടിക്കിടി, ഇടത്തനെ എടുത്തിടി, ഇങ്ങനെ പ്രാസം ഒപ്പിച്ചുള്ള മുദ്രാവാക്യമായിരുന്നു. അതായത് ഇടത്തൻ CPI എവിടെ കണ്ടാലും എടുത്തിടിച്ചോളാനാണ് ആഹ്വാനം. അന്നൊന്നും കേസോ കുന്തമൊന്നും ഉണ്ടായില്ല. ഇതൊക്കെ സ്ഥിരമാണ് ജാഥയിൽ. അമ്മയെ കണ്ടു മരിക്കൂല, നിന്നെ പിന്നെ കണ്ടോളാം. ഈ പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിക്കളയുന്നതാണ് അതിനർത്ഥം. പക്ഷെ അതൊക്കെ ഒരു ആവേശത്തിന് വിളിക്കുന്നതാണ്. അതാരും ഗൗരവമായിട്ട് എടുക്കാറില്ല. അത് നല്ല പ്രാസഭംഗിയുള്ളതൊക്കെ ആണെങ്കിൽ ആൾക്കാരുടെ ഓർമ്മയിൽ നിൽക്കും. എൻ്റെ ഓർമ്മയിൽ പഴയ മുദ്രാവാക്യം നിൽക്കുന്ന പോലെ. അതിൽ കവിഞ്ഞുള്ള ഗൗരവം അതിനില്ല. ബട്ട് അൻവർ ഇപ്പോൾ ഈ മൊത്തം ഇഷ്യൂവിൽ അൻവറെ കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു കാര്യം മലപ്പുറത്തെ ചീത്തയാക്കുന്നു. മലപ്പുറത്തുകാർ കള്ളക്കടത്തുകാരാണ് എന്ന് ധ്വനിയിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നു. മുഖ്യമന്ത്രി അങ്ങനെ സംസാരിക്കാൻ കാരണം മലപ്പുറത്തെ കേസുകളാണ് അൻവർ പൊക്കിക്കൊണ്ടുവന്നത്. ഇപ്പോൾ പൊക്കിക്കൊണ്ടുവന്ന കേസുകൾ ജനറലല്ല, അത് മലപ്പുറത്താണ് അതിൻ്റെ ഭൂരിഭാഗവും എന്ന് മുഖ്യമന്ത്രി തിരിച്ചു പറഞ്ഞു. അപ്പോൾ അതായിരുന്നു അൻവറിന് വേണ്ടിയിരുന്നത്. അൻവർ ഇപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ രക്ഷകനാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തെങ്കിലും ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഞാൻ കാരണമായിരുന്നെന്നും ഇനി അത് കിട്ടുകയില്ലെന്നും വരുത്തുക. മലപ്പുറത്തുകാർക്ക് പോലീസ് സ്റ്റേഷനിൽ വിലയില്ല, ന്യൂനപക്ഷങ്ങൾ ഒരു കേസുമായിട്ട് പോയി കഴിഞ്ഞാൽ എടുക്കില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളെല്ലാം അൻവർ ഉന്നയിച്ചു. അപ്പോൾ അതിന് ബലം പകരാനായിട്ട് ഇനിയിപ്പോൾ അൻവറിനെ ആര് എങ്ങനെ എതിർത്ത് കഴിഞ്ഞാലും അയാൾ RSSകാരനാണ്, വർഗീയവാദിയാണ് എന്നൊക്കെ പറയും. ഇപ്പോൾ ഈ പറഞ്ഞ മലപ്പുറം ജില്ലാ സെക്രട്ടറി അല്ലേ EN മോഹൻദാസ്, അങ്ങേര് RSSകാരനാണെന്ന് തന്നെ വയ്ക്കുക. അതിൽ തെറ്റെന്താ? RSSൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് നിങ്ങൾക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ചേരാം. RSSനെ ഉപദ്രവിക്കാതിരുന്നാൽ മതി. നുഴഞ്ഞു കയറ്റമൊന്നുമല്ല, ഓപ്പണായിട്ട് തന്നെ കയറാം. ഈ മറ്റ് പാർട്ടികൾക്ക് RSSനോട് അയിത്തമുണ്ട് എന്നുള്ളതല്ലാതെ RSSന് മറ്റ് പാർട്ടികളോടൊന്നും ഒരു അയിത്തമില്ല, ഒരു സംഘടനയോടും ഇല്ല. കാരണം RSS രാഷ്ട്രീയ സംഘടനയല്ല. ഇപ്പോൾ പ്രാദേശിക തലത്തിൽ ഒരു RSSകാരൻ ശാഖയിൽ വന്നു കഴിഞ്ഞാൽ വേണ്ടാന്നൊന്നും ആരും പറയാൻ പോകുന്നില്ല. നെറ്റിയൊന്ന് ചുളിയും, ഇതെന്ത് ശരി ആയിക്കോട്ടെ. ഇത് കവിഞ്ഞ് RSSന് ഇതിൽ ഒരു പരിഭ്രമമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ജില്ലാ സെക്രട്ടറി, CPMൻ്റെ ജില്ലാ സെക്രട്ടറി RSSകാരനാവാൻ യാതൊരു സാധ്യതയുമില്ല. CPMൻ്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ട്, RSSൻ്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ട് സാധ്യതയുണ്ട്. പക്ഷേ അപ്പുറത്ത് അവർക്ക് വിരോധമാണില്ല. അതുകൊണ്ട് അദ്ദേഹം RSSകാരനാവാൻ സാധ്യതയില്ല. ഇനി ആണെങ്കിൽ തന്നെ എനിക്ക് RSSകാരനായ ഒരു മോഹൻദാസാണ് ഞാൻ. എനിക്കതിൽ അത്ഭുതമൊന്നുമില്ല. ഞാനതിനെ സ്വാഗതം ചെയ്യൂല. ഇതിപ്പോൾ എന്താ, RSS ഒരു സാധാരണ സംഘടനയാണ്, ബഹുജന സംഘടനയാണ്, കേഡർ സ്വഭാവമുള്ള, പാരാമിലിറ്ററി സ്വഭാവമുള്ള ഒരു സംഘടനയാണ്. അതിൽ ആർക്കും ചേരാൻ പ്രവർത്തിക്കാം. അൻവറിൻ്റെ ഈ ഒരു കാര്യമുണ്ടല്ലോ, ഇത് ഇൻവേരിയബിളി ഒരു വർഗീയ ചേരിതിരിവിന് ഇടയാക്കുകയുള്ളൂ. അതാണ് അൻവർ ആഗ്രഹിക്കുന്നത്. അതെ.
ഈ ഇസ്ലാം എന്നാൽ ഭീകരൻ, അതാണ് ഈ മോഹൻദാസിൻ്റെ ആറ്റിറ്റ്യൂഡ്. ഇതാണ് അൻവർ പറഞ്ഞു വെക്കുന്നത്. ഇസ്ലാം എന്നാൽ ഭീകരൻ എന്ന അർത്ഥമല്ല, ബട്ട് ഇസ്ലാമിക ഭീകരത എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് അൻവറും സമ്മതിക്കണം. തത്തുല്യമായ ഒരു ക്രിസ്ത്യൻ ഭീകരതയോ ഹിന്ദു ഭീകരതയോ ബുദ്ധമത ഭീകരതയോ ഭൂലോകത്തെങ്ങും നിലവിലില്ല എന്നും അൻവർ മനസ്സിലാക്കണം. ഇസ്ലാമിക ഭീകരത ഉണ്ട് താനും. അത് പല പേരിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, പല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു. അൽ തക്കിയ എന്നുള്ള രീതിയിൽ തൽക്കാലം പതുങ്ങിയിരിക്കാം, അവസരം വരുമ്പോൾ ചാടി വീഴാം, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഇസ്ലാമിൻ്റെ കയ്യിലുണ്ട്. ഇത് അൻവറിന് അറിഞ്ഞുകൂടാത്തതൊന്നുമല്ല. സാധാരണ മലപ്പുറത്തെ ഒരു മുസ്ലിമിന് ഇതൊന്നും അറിഞ്ഞുകൂടായിരിക്കാം, ബട്ട് അൻവറിന് ഇത് നന്നായിട്ട് അറിയാം. അൻവർ ചെയ്യുന്നതും ഇപ്പം ന്യൂനപക്ഷക്കാരുടെ കളിക്ക് അതിപ്പം രക്ഷയില്ലാതെ വന്നു കഴിയുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയക്കാരൻ അയാൾ മുസ്ലിം ആണെങ്കിൽ അയാൾ ചെയ്യുന്നത് ഇസ്ലാം അപകടത്തിൽ ഞാൻ മുസ്ലിം ആയതുകൊണ്ട് എന്നെ ആക്രമിക്കുന്നു. പണ്ട് കുഞ്ഞാലിക്കുട്ടി വരെ അത് ചെയ്തതാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ ആ ഒരു കേസ് വന്നു കഴിഞ്ഞപ്പോൾ രക്ഷയില്ലാതായി കഴിഞ്ഞപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഞാൻ ന്യൂനപക്ഷമായതുകൊണ്ട് എന്നെ ആക്രമിക്കുകയാണ്. ജനങ്ങളതൊന്നും വകവെച്ചില്ല. കുഞ്ഞാലിക്കുട്ടി ആ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി, ഒരു രക്ഷയും കിട്ടിയില്ല. അപ്പം അതുകൊണ്ട് യഥാർത്ഥ വർഗീയതയും കപട വർഗീയതയും ഒക്കെ ജനങ്ങൾക്ക് ശരിക്കും തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് ഞാനിത് വലിയൊരു കാര്യമായിട്ട് കാണുന്നില്ല. ജാഥയിലൊരു മുദ്രാവാക്യമൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഈ ഇസ്ലാം അപ്പോൾ CPM ജില്ലാ സെക്രട്ടറി വർഗീയവാദിയാണ് എന്ന് പറഞ്ഞാൽ CPM വർഗീയവാദ പാർട്ടിയാണ് എന്നുള്ളൊരു ആംഗിളൂടെ അതിനകത്ത് കാണുന്നില്ലേ? കാരണം എന്ന് പറയുന്നത് നേരത്തെ ന്യൂനപക്ഷങ്ങളെ ഒരുപാട് പ്രീണിപ്പിച്ചപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM നേട്ടം ഉണ്ടായില്ല. അതുകൊണ്ട് ആ ഒരു പാതയിൽ നിന്ന് വിട്ടവർ മാറുന്നു. അതാണോ ഈ പറയുന്നതിൻ്റെ അർത്ഥം? ഈ വർഗീയവാദിയാണ്, പക്ക RSSകാരൻ? അതും ഈ പറയുന്നതിൻ്റെ അർത്ഥമാണ്. CPM ആണ് ഏറ്റവും വലിയ പലസ്തീൻ ഐക്യദാർഢ്യം നടത്തിയ ആൾക്കാർ. അതിലേറ്റവും അധികം ദീർഘനേരം പ്രസംഗിച്ചതും ഒക്കെ പിണറായി വിജയനാണ്. ഒരു പ്രയോജനവും ഉണ്ടായില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ. ഇപ്പോൾ സിനുജി നോക്കൂ, ഇപ്പോൾ ഗസയുടെ അവസ്ഥ എന്താ? പഴയതിലും തീരെ മോശമാണ്. പക്ഷേ ഇപ്പോൾ പാലസ്തീൻ ഐക്യദാർഢ്യം കാണുന്നില്ല. CPM പറയുന്നില്ല, മുസ്ലിം ലീഗ് പറയുന്നില്ല, ജമായത്തെ ഇസ്ലാമി പറയുന്നില്ല, ആരും പറയുന്നില്ല. ഗാസ ഇപ്പോൾ നമ്മുടെ ഇതിൽ നിന്ന് പോയി, പ്രിയോറിറ്റിയിൽ നിന്ന് പോയി. ഇപ്പോൾ ഗാസ മാത്രമല്ല, ലെബനനിൽ ഹിസ്ബുള്ളയിൽ കൂടെ അവർ ഓടിച്ചിട്ടടിക്കുന്നു. അപ്പോഴും ഇവിടെ അനക്കമില്ല. എന്തുകൊണ്ടാണ്? പാലസ്തീൻ അല്പം ഓവർ പ്ലേ ചെയ്തു. അപ്പോൾ സംഭവിച്ചത് ഹിന്ദു വോട്ട് ബാങ്ക് CPMൽ നിന്ന് ഷിഫ്റ്റായി. CPM നല്ല ക്ലീനായിട്ട് തോറ്റു. മാനം രക്ഷിക്കാനായിട്ട് കോണകമെങ്കിലും ബാക്കി വേണമല്ലോ ഒരു തെരഞ്ഞെടുപ്പിൽ. അങ്ങനെ ഒരു സീറ്റ് കിട്ടി, CPM രക്ഷപ്പെട്ടു. അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ CPMന് മനസ്സിലായി ഈ ന്യൂനപക്ഷ കളിയിൽ നമ്മളാണ് തോക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഭൂരിപക്ഷ മതം എന്നുള്ള നിലയ്ക്ക് ഹിന്ദുക്കളെ കൂടെ നിർത്തേണ്ടത് ആവശ്യമാണ് എന്ന് CPM മനസ്സിലാക്കി. അത് ആ മനസ്സിലാക്കൽ മറ്റുള്ളവരിലേക്ക്, പാർട്ടി മെമ്പർമാരിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഇസ്ലാമിനെ ആക്രമിച്ചുകൊണ്ടാണ്. ഹിന്ദുക്കളെ പുകഴ്ത്തിക്കൊണ്ടല്ല ഹിന്ദുക്കളുടെ വോട്ട് വാങ്ങുന്നത്, ഇസ്ലാമിനെ ആക്രമിച്ചുകൊണ്ടാണ്. ഇസ്ലാമിൻ്റെ വോട്ട് വാങ്ങുന്നത് എങ്ങനെയാണ്? ഹിന്ദുക്കളെ ആക്രമിച്ചുകൊണ്ടാണ്, അല്ലാതെ ഇസ്ലാമിനെ പുകഴ്ത്തിക്കൊണ്ടല്ല. ഇതാണ് അതിൻ്റെ സംഭവം. ഇപ്പോൾ ഗണപതി വെറും മിത്താണ് എന്ന് ഷംസീർ പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ അറ്റാക്ക് ടുവേഴ്സ് ഹിന്ദുയിസം. അതിൽ സംപ്രീതരാകുന്നതാരാ? മുസ്ലിങ്ങളാണ്. അപ്പോൾ മുസ്ലിങ്ങളുടെ വോട്ട് CPMന് കിട്ടും. ഇതാണ് ഇതിൻ്റെ പൊളിറ്റിക്സ്. എപ്പോഴും ഒരാളെ പുകഴ്ത്തി അല്ല അയാളെ വീഴ്ത്തുന്നത്. അയാളുടെ ശത്രുവെന്ന് നമ്മൾ കരുതുന്ന ആളിനെ ആക്രമിക്കുക. അപ്പോൾ ഇയാൾ സംപ്രീതനാകും, നമുക്ക് വോട്ട് വരും. ഇങ്ങനെയൊക്കെയുള്ള കളികളാണ് ഈ നടക്കുന്നത്. വാസ്തവത്തിൽ അൻവർ അയാളുടെ യുദ്ധത്തിൽ തോറ്റപ്പോൾ പിന്നെ ഇപ്പോൾ ഈ വിക്ടിം കാർഡ് അഥവാ ഇസ്ലാം കാർഡ്, ഇനി താമസിയാതെ ഇസ്ലാമോഫോബിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ സഹതാപം പിടിച്ചു പറ്റാനുള്ള, അത് മീഡിയ വണ്ണിൻ്റെ നിലപാടുകളൊക്കെ നോക്കിയാൽ മതി. അവരാണ് ഇപ്പോൾ പ്രോ അൻവറായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ബാക്കി ചാനലുകളൊക്കെ ഏകദേശം ഇന്നലത്തെ ഗോവിന്ദമാഷിൻ്റെ ഇതിലൂടെ പത്രസമ്മേളനം കൊണ്ട് അതങ്ങ് കൈവിട്ടു. എന്നിട്ട് കൈവിട്ടു എന്ന് ഭാവിച്ചുമില്ല. ഷിരൂറിൽ അർജുൻ്റെ പിന്നാലെ പോയിരിക്കുകയാണിപ്പോൾ. തിരിച്ചു വരുമ്പോൾ എന്തായിരിക്കും നിറം എന്നുള്ളത് ആർക്കും അറിയില്ല. ഏതായാലും തൽക്കാലം മെയിൻ സ്ട്രീം ചാനലുകൾ അത് വിട്ടിരിക്കുന്നു.
മീഡിയ വൺ അത് വിട്ടിട്ടുമില്ല. CPM ഹിന്ദുക്കളോടൊക്കെ ഒരു മൃദുഭാവമാണ്. അതുകൊണ്ട് CPM യോജിച്ച് നിന്ന PV അൻവറും KT ജലീലും കാരാട്ട് റസാഖും പഴയ MLA PT റഹീമും എല്ലാം കൂടെ ചേർന്ന് ഒരു സംഘടനയൊക്കെ ഉണ്ടാക്കി മുസ്ലിം ലീഗിന് അപ്പുറത്തേക്ക് വികാരവുമായി രംഗത്തേക്ക് വരും. CPM കനത്ത തിരിച്ചടിയാവും. പറ്റൂ? അതിനകത്ത് വസ്തുതാപരമായ ഒരു കാര്യമില്ല. CPM ഹിന്ദുക്കളോട് പ്രത്യേകിച്ച് യാതൊരു പരിഗണനയുമില്ല. മാത്രമല്ല ഹിന്ദു സമാജം വിഘടിച്ച് പണ്ടാറടങ്ങിപ്പോണമെന്നും ഹിന്ദുത്വം എന്നുള്ള ആശയം തന്നെ ഭൂമുഖത്ത് നശിച്ചു പോകണമെന്നും ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാർ. പക്ഷേ വോട്ട് കിട്ടാനായിട്ട് അവർ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നു. ഒരു ഹിന്ദു കോസും ഒരു ഹിന്ദുവിനെ സഹായിക്കുന്നതായ ഒരു നിലപാടുമില്ല. മുസ്ലിമിനെ വിമർശിച്ചാൽ അല്ലെങ്കിൽ മുസ്ലിം കള്ളക്കടത്തുകാരനാണെന്നൊക്കെ വരുത്തിയാൽ ഹിന്ദുക്കൾക്ക് സന്തോഷമാകും എന്നുള്ള ഇക്വേഷനാണ് അവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഹിന്ദുക്കളോട് യാതൊരു ആനുകൂല്യവും ഉണ്ടായിരുന്നില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ആൻറ്റി ഇസ്ലാം നിലപാടെടുക്കും. ആൻറ്റി ഇസ്ലാം നിലപാടെടുത്ത് കഴിയുമ്പോൾ അത് പ്രോ ഹിന്ദു ആണ് എന്ന് ഹിന്ദുക്കൾ ധരിച്ചിട്ട് അവർ കൺസോളിഡേറ്റ് ചെയ്ത് CPM വോട്ട് ചെയ്യും. ഇതിനുള്ള വേലയൊക്കെയാണ്. മറ്റേ സംഗതി നടക്കാൻ പോകുന്നില്ല കേട്ടോ. കാരാട്ട് റസാഖും അൻവറും PTA റഹീമും കൂടെ ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് മുസ്ലിം ലീഗിനെയും CPM വെല്ലുവിളിച്ചിട്ട് അതൊന്നും നടക്കുന്ന കേസല്ല. അത് സാധ്യമല്ല. ഇനിയും കുറഞ്ഞതൊരു 20 വർഷം 25 വർഷമെങ്കിലും കേരളത്തിലെ മുസ്ലിം മുഖ്യധാരാ പാർട്ടി മുസ്ലിം ലീഗ് തന്നെയായിരിക്കും. അതിനെ വെല്ലുവിളിക്കാൻ പലരും അങ്ങ് നോക്കി, INL അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ നോക്കി, സാധിച്ചിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ചിലരെ പരിക്ക് പറ്റിക്കാൻ സാധിക്കും, ചില സീറ്റുകളിൽ തോൽപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും. അതിനപ്പുറത്തേക്ക് ഇവർക്കൊന്നും ചെയ്യാൻ സാധ്യത, ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ചെയ്യാൻ സാധ്യമല്ല. MV ഗോവിന്ദൻ ഒരു വാക്ക് പറഞ്ഞാൽ കൈയും കാലും അൻവറിൻ്റെ വിട്ടും. അൻവർ പേടിച്ച് കാണത്തില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, ജാഥയുടെ ആവേശത്തിൽ വിളിക്കുന്ന മുദ്രാവാക്യമാണ്. കാരണം ഇതൊരു അൻവറിനെതിരെ ഒരു വികാരം പാർട്ടിയിൽ ഉണ്ടാവണം എന്ന് പാർട്ടി ആഗ്രഹിക്കുന്നു. ബട്ട് പാർട്ടി ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു വികാരം അൻവർക്കെതിരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇത് നോക്കും, പാർട്ടിയുടെ ഒരു സ്വഭാവമനുസരിച്ച് സാംസ്കാരികമായ രംഗത്തിറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പക്ഷെ ആരും ഇറങ്ങിയില്ല. സച്ചിദാനന്ദൻ, KG ശങ്കരപ്പിള്ള, സുനിൽ പീളയിടം, ദീപാ നിശാന്ത്, അശോകൻ ചെരുവിൽ, ആരും മിണ്ടിയിട്ടില്ല. ഇവരാണ് ഇതിൻ്റെ മുന്നണി പോരാളികളായിട്ട് രംഗത്ത് വരേണ്ടത്. അവർ മിണ്ടിയിട്ടില്ല. കാരണം ഇതിനോട് വിയോജിപ്പുണ്ടായിട്ടൊന്നുമല്ല, മിണ്ടാനും മാത്രം ഒരു ആവേശം അവരുടെ ഉള്ളിലുമില്ല. കാരണം അൻവർ പറയുന്നതിൽ കുറച്ചൊക്കെ ശരിയില്ലേ എന്നൊരു സംശയം എല്ലാവരുടെയും ഉള്ളിൽ കിടപ്പുണ്ട്. മാത്രമല്ല വ്യാപകമായിട്ട് ആളുകൾ വിശ്വസിക്കുന്നു പാർട്ടിക്കകത്ത് നിന്ന് അൻവറിന് സപ്പോർട്ടുണ്ട്, ഇല്ലെങ്കിൽ അൻവർ ഇത്ര വലിയ ആക്രമണം അഴിച്ചുവിടില്ല. അപ്പോൾ പാർട്ടിയിൽ ഇപ്പോൾ കയറി പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്ത് സംസ്ഥാന സമ്മേളനം വരുമ്പോൾ പിണറായി വിജയൻ അൺപോപ്പുലറാകുകയും അവസാനം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വരികയും ചെയ്തു കഴിഞ്ഞാൽ പുതുതായി വരുന്ന നേതൃത്വത്തിൻ്റെ ബ്ലാക്ക് ലിസ്റ്റിലായി പോകും ഞാൻ. അതുകൊണ്ട് തൽക്കാലം ഞാനൊന്നും മിണ്ടുന്നില്ല, ട്രെൻഡ് എങ്ങോട്ടാണെന്ന് നോക്കട്ടെ എന്നൊക്കെ. ഇങ്ങനെ ഒരു സംശയം കിടക്കുന്നതുകൊണ്ടാണ് ആ ആവേശം കുറയുന്നത്. ആവേശം കൂട്ടാനായിട്ട് ഇത്തരം മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം. അതായത് PV അൻവർ പറഞ്ഞു തനിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് വന്നവർ മുഴുവൻ തൻ്റെ ആശയങ്ങളോട് യോജിക്കുന്നവരാണെന്ന്. അപ്പോൾ TG പറഞ്ഞതുമായിട്ട് കണക്റ്റഡ് അല്ലേ അത്? ഈ എല്ലാ ജാഥയിലും ഇതൊക്കെ യൂണിവേഴ്സൽ ട്രൂത്താണെന്ന്. ഒരു ജാഥയുടെ പ്രധാന അജണ്ടയോട് 100% യോജിക്കുന്നവരൊന്നും അല്ല ആ ജാഥയിൽ പങ്കെടുക്കാറുള്ളത്. അല്പം സംശയമൊക്കെ ഉണ്ടാകും. പിന്നെ സംഘടനാപരമായ ഒരു അച്ചടക്കം എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ കൂടെ പോകും. ഇതൊക്കെ സർവ്വസാധാരണമാണ്. ജാഥയിൽ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളോടോ ജാഥയുടെ ലക്ഷ്യങ്ങളോടോ 100% യോജിക്കുന്നവരായിരിക്കില്ല ആ ജാഥയിൽ. 100% ഒരാളും ഒരു കാര്യത്തോടും യോജിക്കാറില്ല. ചിലരൊക്കെ അൻവർ പറയുന്നതാണ് ശരി, പിന്നെ പോട്ടെ, ഇപ്പോൾ പാർട്ടി പറഞ്ഞാൽ എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ജാഥയിൽ പങ്കെടുക്കുന്നവരുണ്ടാവാം. ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് അൻവർ പറഞ്ഞത് ശരിയുമാണ്. ഇതിപ്പോൾ അതിലൊരു പ്രത്യേകത ഞാൻ കാണുന്നില്ല. അതൊക്കെ സർവ്വസാധാരണമായ കാര്യമാണ്. എന്താ നടക്കാതെ നമുക്ക് കാത്തിരിക്കാം, നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.